ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ, നമ്മൾ എത്ര ടെൻഷൻ പിടിച്ച് വരികയാണെങ്കിലും നിങ്ങളെ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചിലപ്പോൾ നല്ല തിരക്കിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ വീഡിയോ എടുക്കണം, പക്ഷേ തിരക്കാൻ തുടങ്ങുമ്പോൾ സംഗതി ഇത് ഫോണിന് മുമ്പിലാണെങ്കിലും നിങ്ങളെ കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു ആനന്ദമാണ്. ഇന്ന് അങ്ങനത്തെ ഒരു വചനമാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്ന് സഭയിൽ വിശുദ്ധ ജത്രോദിന്റെ തിരുനാളാണെന്ന് നമുക്കറിയാം. ഞായറാഴ്ച നമ്മളെ ഫീസ്റ്റ് അല്ല, കർത്താവിന്റെ ദിവസമാണ്. അപ്പോൾ തന്നെങ്കിൽ തലേ ദിവസം പിറ്റേ ദിവസമൊക്കെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ശുദ്ധീകരണത്തിലെ ആത്മാക്കളെയൊക്കെ സ്വർഗത്തിലേക്ക് കയറ്റാൻ വേണ്ടിയുള്ള പ്രത്യേകമായ പ്രാർത്ഥനകൾ അല്ലെ സ്വർഗം വെളിപ്പെടുത്തി കൊടുത്ത വിശുദ്ധ ജത്രോദി നമുക്കറിയാം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം വഴി വേർപിരിഞ്ഞ് പോയ എല്ലാവരെയും ഓർത്ത്, ശുദ്ധീകരണത്തിൽ സങ്കടം അനുഭവിക്കുന്ന ആത്മാക്കൾ എല്ലാവരെയും ഓർത്ത് നമുക്കൊരു നന്മറം ചൊല്ലി പ്രാർത്ഥിച്ചാലോ? അല്ലെ, ഇന്ന് ഒരുപാട് ആത്മാക്കളുമേ കർത്താവ് കരുണ ചൊല്ലിയും പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് സങ്കീർത്തനം 45 അവിടെ നിങ്ങൾ സങ്കീർത്തനം 45 മൊത്തം ഒന്ന് വായിച്ചു. രാജക വിവാഹം എന്നാണ് അതിന്റെ തലക്കെട്ട് കിടക്കുന്നത് കേട്ടോ. അതിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവ് നിന്നെ മറ്റുള്ളവരിൽ നിന്ന് ഉയർത്തും ആണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു വചനമാണ്. നീ നീതിയെ സ്നേഹിക്കുകയും ദുഷ്ടതയെ വെറുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ മറ്റുള്ളവരിൽ നിന്ന് ഉയർത്തി ആനന്ദത്തിന്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. രാജകീയ വിവാഹം, നമ്മൾ ഈ വിവാഹത്തോടൊക്കെ അനുബന്ധിച്ചുള്ള സങ്കീർത്തനങ്ങളൊക്കെ സിറോ മലബാർ സഭയിൽ എനിക്ക് പരിചയമായതാണ് പറയുക. അവരൊക്കെ സങ്കീർത്തനങ്ങളൊക്കെ സങ്കീർത്തനം പാടുന്ന പാട്ടുകളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം അതുകൊണ്ട് അതിന് ബിബ്ലിക്കലി വേറെ വലിയൊരു അർത്ഥമുണ്ട് കേട്ടോ. അങ്ങനെ ആഴങ്ങളിലേക്ക് പോകുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണ്. ഇപ്പോൾ വചനത്തിന്റെ ബാക്കിയെല്ലാം ഇവിടെ ആ ഭാഗം മാത്രം എടുക്കുക. കർത്താവ് നിന്നെ മറ്റുള്ളവരിൽ നിന്ന് ഉയർത്തി ആനന്ദത്തിന്റെ ഒരു തൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്ത് കർത്താവ് ഉയർത്തുകയാണ്. മറ്റൊരു കർത്താവ് ഉയർത്തുക. എന്താ കാരണം എന്നറിയാവോ? 1, നീ നീതിയെ സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങി. 2, ദുഷ്ടതയെ വെറുക്കാനും വേണ്ടി തുടങ്ങി. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? സിമ്പിളായിട്ട് ഇങ്ങനെ വായിച്ചേ, നീതിമാൻ എന്ന് പറയുന്ന ആരാ? ഈശോയാ അല്ലേ? നീ ഈശോയെ സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങി. 2, ദുഷ്ടൻ, പാപം, പിശാച് വെറുക്കാൻ വേണ്ടി തുടങ്ങി അല്ലേ? അങ്ങനെ കൂടെ നീ വ്യാഖ്യാനിച്ച് നോക്കിയ. അപ്പം നീ ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങുകയും പാപത്തെ വെറുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കർത്താവ് നിന്നെ മറ്റുള്ളവരിൽ നിന്ന് ഉയർത്തും. ആനന്ദത്തിന്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യാൻ വേണ്ടി. ഇനി വേറൊരു അർത്ഥം ചിന്തിച്ച് നോക്കിയേ. അതായത് ഈശോയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് നീതിക്ക് വിരുദ്ധമായി, അതായത് വചനത്തിന് വിരുദ്ധം ഒന്നും ചെയ്യാൻ പറ്റിയല്ല. ഈശോയുടെ ആഗ്രഹം പോലെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ധാരണ പോലെയല്ല ഈശോയുടെ ധാരണ. നമുക്ക് അല്ലെങ്കിൽ ഈശോയുടെ ധാരണ അല്ലെങ്കിൽ ഈശോയെ നമ്മൾ പല കാര്യം ചെയ്യാം, അങ്ങനെയല്ല ഈശോയുടെ പ്രവർത്തനം നമുക്കറിയാം. അതുകൊണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നീതിമാൻ എന്ന് പറയുന്ന ആരാ? ചെയ്യേണ്ടാത്ത നന്മയും ദൈവസ്നേഹത്തെ പ്രതി ചെയ്യുന്നവനാണ് നീതിമാൻ അല്ലേ? മറ്റേ നീതി എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറൊരു നീതിയാണ്. ബൈബിൾ നീതി അങ്ങനെയല്ല. അപ്പോൾ നീതിയെ സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങി, നീ നന്മ ചെയ്യാൻ വേണ്ടി തുടങ്ങി അല്ലേ? പിന്നെ ദുഷ്ടനെ വെറുക്കാൻ. ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ ദുഷ്ടനെയല്ല വെറുക്കുന്നത്, ദുഷ്ടതയാണ് വെറുക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതായത് തിന്മ പ്രവർത്തിക്കുന്നവൻ, അത് തിന്മ എന്ന് പറഞ്ഞാൽ പിശാച, അല്ലെങ്കിൽ തിന്മ പ്രവർത്തിക്കുന്ന ദുഷ്ടൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യനെ വെറുക്കുന്ന, മനുഷ്യന്റെ പാപത്തെയാണ് വെറുക്കുന്നത്. ദൈവം അങ്ങനെയല്ല. ദൈവം പാപിയെ സ്നേഹിക്കുന്ന പാപത്തെ വെറുക്കും. അങ്ങനെ നീ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നീ അറിയാതെ ഉയർന്നു വരും. ഉയർന്നു പറഞ്ഞ് നിന്റെ സമസ്ത മേഖലയിൽ കർത്താവ് നിന്നെ ഉയർത്തിക്കൊണ്ട് പോകും. നിന്റെ ബിസിനസ് ആകാം, നിന്റെ ജോലിയാകാം, നിന്റെ കൃഷിയാകാം, നിന്റെ വരുമാനമാകാം, എല്ലാം കർത്താവ് നിന്നെ ഉയർത്തും. സമൂഹത്തിന്റെ ജനത്തിന്റെ ഇടയിൽ നിന്നെ കർത്താവ് ഒരു പടി ഇങ്ങനെ ഉയർത്തും. നീ വചനത്തെ കണ്ണും പൂട്ടി വിശ്വസിക്കുന്നൊരു വചനം കീപ്പ് ചെയ്ത് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ കാണുക വചനം നിറവേറി. പിന്നെ ശരി കേട്ടോ. കർത്താവ് വൃത്തി അനുഗ്രഹിക്കട്ടെ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഈശോയെ ആരാധന, 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 ആരാധന. കർത്താവിന്റെ ആത്മാവെ, പരിശുദ്ധാത്മാവെ, അത്ഭുതകരമായ ശക്തി അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. എൻ്റെ ദൈവമേ, ഇന്ന് ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടല്ല, അങ്ങയുടെ കുരിശുമരണത്തിന്റെ ഉത്ഥാനത്തിന്റെ യോഗ്യതയാൽ അനേക ആത്മാക്കളും എല്ലാം ഇവിടുന്ന് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാ പൈശാചിക പീഡകളും അന്ധകാരശത്രു ഉപദ്രവങ്ങളും എല്ലാ ശല്യങ്ങളും ബാധകളും ഭൂതങ്ങളും തടസ്സങ്ങളെയും ഈശോയുടെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ചുവട്ടിലേക്ക് ആട്ടി പായിക്കുന്നു. ദൈവകൃപ ശക്തമായി നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ആവാസം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ വചനം ജീവിക്കാൻ, ഈശോയെ സ്നേഹിക്കാൻ, വചനത്തെ സ്നേഹിക്കാൻ, നീതിയെ സ്നേഹിക്കാൻ, പാപത്തെ വെറുക്കാൻ ഒരു പ്രത്യേക കൃപ, മറ്റുള്ള ഉയർത്തപ്പെടുന്ന ഒരു കൃപ
കർത്താവെ തന്നെ ദാസനെ ശുശ്രൂഷ ചെയ്യുന്നതിന് കർത്താവ് ഉയർത്തുന്ന വചനം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഭയങ്കര ത്രില്ലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുരിശനെ ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായി എപ്പോഴും എന്നേക്കും. ആമേൻ.